ഷീല. അഭിനയം ജീവിതം തന്നെ. തൃശ്ശൂർ ജില്ലയിൽ കണിമംഗലത്ത് ഒരു സുറിയാനി ക്രിസ്ത്യൻ കുടുംബത്തിൽ ആൻ്റണിയുടെയും ഗ്രേസിയുടെയും മകളായാണ് ഷീല ജനിച്ചത്. റെയിൽവേ ഉദ്യോഗസ്ഥനായിരുന്നു ആൻ്റണി. തൃശ്ശൂരിലും ഇടപ്പള്ളിയിലും ഊട്ടിയിലും സേലത്തും തിരുച്ചിറപ്പള്ളിയിലും കോയമ്പത്തൂരിലുമൊക്കെ ആയിട്ടായിരുന്നു ഷീലയുടെ വിദ്യാഭ്യാസം. മദിരാശിയിൽ സ്ഥിരതാമസമാക്കുന്നതോടെയാണ് അഭിനയ വഴിയിലേക്ക് വരുന്നത്. അക്കാലത്തെ വിശ്രുത ചലച്ചിത്ര നാടക നടനായിരുന്ന SS രാജേന്ദ്രൻ്റെ നാടകമണ്ഡലത്തിലൂടെയായിരുന്നു തുടക്കം. MGRൻ്റെ പാശം എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ ഹരിശ്രീ കുറിച്ചു. MGR ആണ് ഷീല എന്ന പേര് ഷീലാദേവി എന്നാക്കുന്നത്. ഏതാനും ചിത്രങ്ങളിൽ ചെറുതെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടിരുന്ന വേഷങ്ങളിൽ തുടർന്ന് അഭിനയിച്ചു. നിണമണിഞ്ഞ കാൽപ്പാടുകളിൽ ആയിരുന്നു ആദ്യം മലയാളത്തിൽ അഭിനയിച്ചത്. അവിടെ ചെന്നാലോ പൊട്ടറ്റോ, പൂരി, ചപ്പാത്തി, മുട്ട, പാല്, ഇറച്ചി, സൂപ്പ്, പിന്നെ ബടഖാനയ്ക്ക് ബിരിയാണി. പി ഭാസ്കരൻ്റെ ഭാഗ്യജാതകത്തിലൂടെ നായികയായപ്പോൾ പേര് വീണ്ടും ഷീല എന്നാക്കി. ഭാഗ്യമുള്ള തുടക്കമായിരുന്നു ഭാഗ്യജാതകത്തിൻ്റേത്. പിന്നീട് ഷീലയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. 1982 കുടുംബജീവിതത്തിലും മകൻ വിഷ്ണുവിൻ്റെ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതിനു വേണ്ടി 2 ദശാബ്ദക്കാലത്തോളം സ്വമേധയാ അഭിനയ രംഗത്ത് നിന്ന് ഷീല മാറി നിന്നു. പിന്നീട് 20 ആണ്ടുകൾക്ക് ശേഷം തിരികെ വന്നപ്പോഴും ഷീലയുടെ പ്രേക്ഷകപ്രീതിക്ക് മങ്ങലേറ്റിരുന്നില്ല. വലിയ സന്തോഷത്തോടെയാണ് ആസ്വാദക സമൂഹം അവരുടെ തിരിച്ചുവരവിനെ എതിരേറ്റത്. അമ്മച്ചി ഒന്ന് വേഗം വരുന്നുണ്ടോ? ஓவர்டேக் பண்ணடா, அந்த ஸ்கூட்டரை ஓவர்டேக் பண்ணடா, திருப்பி ബ്ലോക്ക് பண்ணடா. ഇന്നും കാതലുള്ള കഥാപാത്രമായി പ്രത്യക്ഷപ്പെടുന്ന ഷീലയുടെ തിരസാന്നിധ്യങ്ങൾക്കായി പ്രേക്ഷകർ ആദരവോടെ ഉറ്റുനോക്കുന്നു. തമിഴിലും തെലുങ്കിലും കന്നഡത്തിലും ഉറുദുവിലും ഹിന്ദിയിലും എല്ലാറ്റിലും ഉപരിയായി മലയാളത്തിലുമായി 475-ലേറെ ചിത്രങ്ങളിൽ ഷീല ഇതിനകം അഭിനയിച്ചു. ഇന്ത്യയിലെ തന്നെ നലം തികഞ്ഞ മികച്ച അഭിനേത്രികളുടെ മുൻനിരയിൽ ഷീലയെ ചലച്ചിത്ര തലമുറകൾ ആദരവപൂർവ്വം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അഭിനയം പഠിച്ച് അഭിനയിക്കുവാൻ വന്നതല്ല ഷീല. അഭിനയത്തിൽ ശാസ്ത്രീയമോ സാങ്കേതികമോ ആയ ശിക്ഷണം നേടിയിട്ടുമില്ല. ജന്മസിദ്ധമാണ് ആ അഭിനയ വൈഭവം. സൂക്ഷ്മാംശങ്ങളിൽ വരെ മനസ്സർപ്പിക്കുന്ന കഥാപാത്ര വിശകലന പ്രാപ്തി ഷീല അനുഭവം കൊണ്ട് വളർത്തിയെടുത്തതാണ്. അഭിനയം ഷീലയ്ക്ക് ജീവിതം തന്നെയാണ്, പ്രാർത്ഥനയാണ്. സങ്കീർണമായ നിരവധി കഥാപാത്രങ്ങളെ താരതമ്യമില്ലാത്ത വിധം വെള്ളിത്തിരയിൽ അനശ്വരമാക്കാൻ ഷീലയ്ക്ക് കഴിഞ്ഞു. പുഷ്പദലങ്ങളാൽ നഗ്നതമറയ്ക്കും സ്വപ്നസുന്ദരി, പ്രകൃതി സർപ്പസുന്ദരി, നിന്നരക്കെട്ടിൽ കൈ ചുറ്റി നിൽക്കും നിലാവിനെന്തൊരു മുഖപ്രസാദം. ചെമ്മീൻ, കള്ളിച്ചെല്ലമ്മ, മനസ്സിനക്കരെ, അകലെ, കൽപ്പന, ഉമ്മാച്ചു, അമ്പലപ്രാവ്, ദേവി, വാഴ്വേമായം, ജീവിക്കുവാൻ മറന്നുപോയ സ്ത്രീ, ഒരു പെണ്ണിൻ്റെ കഥ, അതിഥി, ചായം, അനുഭവങ്ങൾ, പാളിച്ചകൾ, കാപാലിക, കടത്തനാട്ട് മാക്കം, കണ്ണപ്പൻ ഉണ്ണി, ഈറ്റ. ഈ ലിസ്റ്റ് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞെത്തിക്കുവാനാകില്ല. പകരം മറ്റൊരു നടിയെ സങ്കല്പിക്കുവാൻ പോലുമാകാത്ത വിധം എത്രയെത്ര ചിത്രങ്ങളിലാണ് ആ അഭിനയ പ്രകാശസിദ്ധി നിറഞ്ഞാടിയത്. അതിൻ്റെ ആഹ്ലാദവും അതിലൂടെ കൈവന്ന അനുഭവ സാധർമ്യവും ഇന്നും ഇവിടെ തലമുറകൾ മനസ്സിൽ താലോലിക്കുന്നു. മലയാള സിനിമയിൽ അന്നും എന്നും ഷീലയ്ക്ക് സമം ഷീല മാത്രമെന്ന് ഏറ്റുപറയുന്നു ചലച്ചിത്ര ലോകമത്രയും. സംവിധായിക, കഥാകൃത്ത്, തിരക്കഥാകൃത്ത്, നോവലിസ്റ്റ്, ചിത്രകാരി, ടെലിവിഷൻ ആതിഥേയ എന്നിങ്ങനെ വൈവിധ്യമാർന്ന ബഹുതലങ്ങളിൽ ഷീല തൻ്റെ സാന്നിധ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യക്ഷഗാനം, ശിഖരങ്ങൾ എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തത് ഷീലയാണ്.
മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 3 തവണ ഷീലയ്ക്ക് ലഭിച്ചു. അകലെ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള ദേശീയ സംസ്ഥാന അവാർഡുകൾ ഷീലയെ തേടിയെത്തി. സമഗ്ര സംഭാവനയ്ക്കുള്ള ഫിലിം ഫെയർ, ലക്സ്, ഏഷ്യാനെറ്റ്, അമൃത ടെലിവിഷൻ അവാർഡുകൾ, സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JC ഡാനിയൽ അവാർഡ്, ഇവയ്ക്ക് പുറമെ സ്വകാര്യ അവാർഡുകളുടെ എണ്ണിയാലൊടുങ്ങാത്ത ഒരു നിര തന്നെ. ഇപ്പോഴിതാ ചാവറ ചലച്ചിത്ര ഗുരുവന്ദന പുരസ്കാരവും. അർഹതയെ തേടി അംഗീകാരങ്ങൾ പ്രവഹിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇത്രയും ചെലവും ഒരുക്കങ്ങളെല്ലാം വേറൊരു പെണ്ണിന്റെ ഫിയാൻസിക്ക് വേണ്ടി. നീ സിനിമയ്ക്ക് വെക്കോ, ഞങ്ങളെ കുറിച്ച് ഓർക്കേ വേണ്ട. പപ്പ ഉപേക്ഷിച്ചു പോയി നിന്റെ മമ്മിയെ കുറിച്ച് നീ ഓർക്കണ്ട. ഞൊണ്ടിയായി നിന്റെ സിസ്റ്ററിനെ കുറിച്ച് നീ ഓർക്കണ്ട. അതൊന്നും നിന്റെ സൗകര്യത്തിന് ചേർന്നതല്ലോ, നിന്റെ സ്വാർത്ഥതയ്ക്ക്. Go, പോയിക്കോ. What's your name, baby? Anna. And what's your name, sweetheart? Sarah. Oh, they're so sweet, baby. സീമന്തിനി സീമന്തിനി നിന്റെ ചൊടികളിലാരുടെ പ്രേമ മൃദുസ്മേരത്തിൻ സിന്ദൂരം, ആരുടെ കൈനഖേന്തു മരീചികളിൽ കുളിച്ചാകെ തളിർത്തു നിൻ കൗമാരം. സീമന്തിനി നിന്റെ ചൊടികളിലാരുടെ പ്രേമ മൃദുസ്മേരത്തിൻ സിന്ദൂരം, ആരുടെ കൈനഖേന്തു മരീചികളിൽ കുളിച്ചാകെ തളിർത്തു നിൻ കൗമാരം. സീമന്തിനി സീമന്തിനി നിന്റെ ചൊടികളിലാരുടെ പ്രേമ മൃദുസ്മേരത്തിൻ സിന്ദൂരം, ആരുടെ കൈനഖേന്തു മരീചികളിൽ കുളിച്ചാകെ തളിർത്തു നിൻ കൗമാരം. സീമന്തിനി. എന്താ സുഷമ ഇത്? ഓ, എനിക്കറിയാത്തതാണോ? അറിയാമെന്ന് വെച്ച് ശ്രാവണ ചന്ദ്രിക പൂച്ചൂടിച്ചു, ഭൂമി കന്യക പുഞ്ചിരിച്ചു, അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു, ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. രാഘവേട്ടനെ ഞാൻ വിളിപ്പിച്ചത് എന്തിനാണെന്ന് മാത്രം ഇപ്പോൾ പറയാം. പറയൂ. എനിക്ക് വേണ്ടപ്പെട്ട ഒരൊരാൾ മാത്രമേ ഇപ്പോൾ ഈ നാട്ടിലുള്ളൂ. അത് രാഘവേട്ടനാണ്. ഞാൻ വാങ്ങിച്ച ഈ എസ്റ്റേറ്റിന്റെ ചുമതല രാഘവേട്ടൻ ഏറ്റെടുക്കണമെന്ന് എനിക്കൊരു അപേക്ഷയുണ്ട്. എസ്റ്റേറ്റിന്റെ ചുമതലയോ? അത് വലിയ ഭാരമല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ രാഘവേട്ടനോട് അപേക്ഷിക്കുന്നത്. ഇല്ല സാവിത്രി, ആ ഭാരം താങ്ങാനുള്ള കരുത്ത് ഇന്നെനിക്കില്ല. മയക്കമെന്തേ മയക്കമെന്തേ മെരുക്കിയാൽ മെരുങ്ങാത്ത മാൻ കീടാവേ, മാനത്തെ കായലിൽ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നടുത്തു, താമര കളിത്തോണി. ചെല്ലമ്മ ഇന്ന് ചന്തയിൽ പോയില്ലേ? പോണം. വരുമ്പോ എനിക്ക് എന്തോ കൊണ്ടുവരും. എന്തിനു വേണം? ഒന്നും വേണ്ട, ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ചെല്ലമ്മ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ? എങ്ങനെ അറിഞ്ഞു? ചിമ്മിനി വിളക്ക് എരിയുന്ന കണ്ടു. ആരോ പാടുന്നത് കേട്ടല്ലോ, എഞ്ചിൻ പറയിൽ. ഞാൻ അറിഞ്ഞില്ലല്ലോ. ഓ, കള്ളം. നല്ല പാട്ടായിരുന്നു. വള്ളത്തിലെ മീനെല്ലാം എനിക്കല്ലേ? മിണ്ടൂല്ലേ?
അതെ. ഞാൻ പോട്ടെ. കറുത്തമ്മ ഇല്ല, ഞാൻ പോട്ടെ. പണ്ടോര് മുക്കുവൻ മുട്ടിന് പോയി, പടിഞ്ഞാറൻ കാറ്റത്ത് മുങ്ങിപ്പോയി. അരങ്ങെത്തി പെണ്ണ് തപസ്സിരുന്ന് അവനെ കടലമ്മ കൊണ്ടുവന്ന്. അരയൻ തോണിയിൽ പോയാലേ അവന് കാവല് നീയാണ്. ഹോയ് ഹോയ് നിന്നാണേ എന്നാണേ കണവൻ നല്ലേന് കര കാണുന്ന. പെണ്ണാളേ പെണ്ണാളേ കരിമീൻ കണ്ണാളേ കണ്ണാളേ. മാനത്ത് കണ്ടതും മുത്തല്ല, മാനത്ത് കണ്ടതും മുത്തല്ല, മണ്ണിൽ കിളുത്തതും